നീ എവിടെ ഒന്ന് നിന്നേ. എന്താ ബിന്ദു, ഇവനിന്ന് എവിടെ പോയെന്ന് നീ എന്നോട് പറഞ്ഞത്? അത് അവന്റെ കൂട്ടുകാരൻ്റെ ആശുപത്രി പോയെന്ന് പറയും. ആശുപത്രിയിൽ അവനിന്ന് പോയത് കാറ്ററിങ്ങിനാ. അതും എന്റെ കൂട്ടുകാരൻ സാബുവിന്റെ കാറ്ററിംഗ് ടീമിന്റെ കൂടെ. അയാൾ എന്നോട് ചോദിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച മകൻ കാറ്ററിങ്ങിന് പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനോട് ഉരുക്കി വല്ലാണ്ടായി പോയി. നീ കൂടി അറിഞ്ഞിട്ടാണോ അവൻ ഈ കാറ്ററിംഗ് പണിക്ക് പോയത്? അമ്മയ്ക്കൊന്നും അറിയില്ല അച്ഛാ. നാണമില്ലട ഇങ്ങനെ നടക്കാൻ. 10-25 വയസ്സായില്ലേ നിനക്ക്? ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നിന്നെ ഇതുവരെ പഠിപ്പിച്ചില്ലേ ഞാൻ? ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കാതെ അവൻ കാറ്ററിംഗിന്റെ പണിക്ക് പോയിരിക്കുന്നു. എന്നാലേ നാളെ മുതൽ ഞാനൊരു പണിക്കും പോകുന്നില്ല. നീ കാറ്ററിംഗിന് പോയിട്ട് ഈ കുടുംബത്തിലെ മൊത്തം ചെലവ് നീ നോക്കടാ. കാറ്ററിംഗിന് പോയാൽ എന്താ? അച്ഛൻ ഇങ്ങനെ പുച്ഛിക്കാന്നും വേണ്ട. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്നാ മോനെ കാറ്ററിംഗിന്റെ പണിക്ക് പോയപ്പോരായിരുന്നോ? പിന്നെ എന്തിനാ ഞാൻ കാശ് മുടക്കി നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്? അതെങ്ങനെ? കാശിന്റെ വില അറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും മുടക്കില്ലാതെ നടന്നു പോകുന്നുണ്ടല്ലോ. മതി, നിർത്ത്. എടാ, പാത്രം കൊണ്ടുവച്ചിട്ട് കച്ചത് കൈ എഴുവ്. നിങ്ങൾ ഇരിക്കും, ചോറ് വിളമ്പി തരാൻ. ചോറും വേണ്ട, ഒന്നും വേണ്ട. എന്റെ വിശപ്പ് തന്നെ കെട്ട്.